നല്ല ഫോട്ടോ സ്ക്രീൻഷോട്ട് വെച്ച് വെക്കാം. രമേച്ചി, ആ സുധക്കുട്ടി, എന്തുണ്ട് വിശേഷം? സുഖം. ബിനിക്കുട്ടിനെ എന്നാണ് ഇനി നാട്ടിലോട്ട്? ഇപ്പൊ വന്ന് പോയതല്ലേ ഉള്ളൂ, ഇനി വരാൻ 1 കൊല്ലം കഴിയും. അയ്യോ പാവം, 1 കൊല്ലം കഴിയൂല്ലേ? ബിനിക്കുട്ടനോട് നാട്ടിൽ വന്ന് എന്തെങ്കിലും ജോലി നോക്കാൻ പറയായിരുന്നില്ലേ? കൊറേ കടുണ്ടേ, അതുകൊണ്ട് ഇപ്പോഴൊന്നും നാട്ടിലോട്ടൊന്നും സെറ്റിൽ ആവാൻ പറ്റൂല. എനിക്ക് ടൗണിൽ 2-3 കടമുറിയുള്ള കാര്യം സുധക്കുട്ടിക്ക് അറിയല്ല. ഞാൻ അവിടെ എവിടെയെങ്കിലും അവനൊരു ജോലി തരപ്പെടുത്തി കൊടുക്കാം. അതൊന്നും വേണ്ട ചേട്ടാ, വിനുവേട്ടന് എന്തായാലും നാട്ടിലോട്ട് പോന്നെങ്കിൽ കടങ്ങളൊക്കെ തീർക്കണം, എന്നാലേ വിനുവേട്ടന് സമാധാനം ആവുള്ളൂ എന്ന് പറയണേ. എന്നാ ഒരു ജോലി നിനക്ക് റെഡിയാക്കി തരട്ടെ? അതിന് ഞാൻ അധികം ഒന്നും പഠിച്ചിട്ടില്ല ചേട്ടാ. അതിന് എന്റെ കടയിൽ വരാനേ നിനക്ക് അത്ര പഠിപ്പൊന്നും വേണ്ട എന്റെ സുധക്കുട്ടി മോളെ. സമ്മതാണോ? സമ്മതമാണ്. അവളല്ല, ഞാൻ വരും. അതുകൊണ്ട് നിങ്ങക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാ? ആരോ വിളിച്ചായിരുന്നല്ലോ. ഞാൻ വെറുതെ ഇവളോടെ ഓരോരോ വിശേഷങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു രമേ. ചേച്ചി, ഞാൻ 2 സവാള മേടിക്കാൻ വന്നതാണ്. നീ വാ. ഒന്ന് വർത്താനം പറഞ്ഞ് ഭാര്യയായിരുന്നു, അപ്പേക്ക് തൊലച്ചവള്. 2 മതിയോ സുധേ? മതി ചേച്ചി. കറി വെക്കാൻ നോക്കിയപ്പോ ഈ സവാളൊന്നുമില്ല. ഇന്നലെ തള്ളനോട് ചോദിച്ചാണ് എന്തെങ്കിലും മേടിക്കണോന്ന്. ഞാൻ പറഞ്ഞു വേണ്ട. നന്നേരം നോക്കിയപ്പോ സവാള 2 കിടക്കണ കണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് ഇന്ന് രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ സവാള തീർന്ന്. തള്ളനോട് ഇപ്പൊ സവാള മേടിക്കണം എന്ന് പറഞ്ഞ തള്ള എന്നെ കൊല്ലും, അറിയാല. കുടുംബശ്രീക്ക് പോയേക്കാ, അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. മോളെന്തിയെ കണ്ടില്ലല്ലോ? അവളതേ മുകളിലത്തെ നിലയിലിരുന്ന് പഠിക്കണുണ്ട്. എക്സാം അല്ലേ, ഇനി ഒരു എക്സാമും കൂടി ഉണ്ട്. വല്ലാത്ത ടെൻഷനാണ് അവക്ക്. ഇനിയിപ്പോ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് അവൾ എന്തിനാണ് ചേച്ചി പോവാൻ പോണേ? തമ്പുരാനറിയാം. ഓരോ തവണ ഓരോ കോഴ്സിന്റെ കാര്യമാണ് അവള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂട്ടുകാരികൾ ഓരോന്നോരോന്ന് അവിടെ ചേർന്ന് ഇവിടെ ചേർന്ന് എന്നൊക്കെ പറയുമ്പോഴേ അവക്കോ അവിടെ ചേർന്ന് ഇവിടെ ചേർന്ന് എന്നൊക്കെയാ പറയണത്. ഇതുവരെ ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ട്? വല്ല വീട്ടിൽ പോയി അടുക്കള പണി എടുക്കാനല്ലേ? ഇപ്പൊ എന്റെ കാര്യം തന്നെ നോക്കിയേ. നിന്നെ പോലെ അല്ല അവള്, നന്നായിട്ട് പഠിക്കും. എന്തായാലും ഒരു നല്ല ജോലിയൊക്കെ കിട്ടിയിട്ടെ ഞാൻ അവളെ കല്യാണം കഴിപ്പിക്കൂ. ജോലിയൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല ചേച്ചി. ഇക്കാലത്ത് വീട്ടിലെ പണി മുഴുവൻ കഴിഞ്ഞിട്ട് വേണം ജോലിക്ക് പോവാൻ. അവിടെ ചെന്നാലും പണി തന്നെ. അതാ ഞാൻ ജോലിക്കൊന്നും പോവാത്തത്. ഓ അതാണല്ലേ, അല്ലാതെ 10 പാസ്സാവാത്തോണ്ടൊന്നല്ലേ? എന്റെ ചേച്ചി, വേണമെങ്കിൽ എനിക്ക് 10 എഴുതിയെടുക്കാം. പക്ഷെ ഞാൻ എടുക്കാത്ത എന്താ? എന്റെ വിനുവേട്ടൻ +1 ആണേ. അത് കഴിഞ്ഞിട്ടല്ലേ എന്തോ എഞ്ചിനീയറിംഗിന്റെ കോഴ്സ്, അല്ല 2 വർഷത്തെ ഡിപ്ലോമ എന്തോ ചെറിയ കോഴ്സ് പഠിച്ചിട്ട് ചേട്ടൻ ദുബായിക്ക് പോയത്. ഇനിയിപ്പൊ ഞാൻ 10ാം ക്ലാസ് പഠിച്ച് പാസ്സായി +2 എങ്ങാനും കഴിഞ്ഞ് എന്റെ വിനുവേട്ടനെ ഞാൻ വെട്ടിക്കണ്ടേ? എനിക്കത് പറ്റൂല ചേച്ചി. എന്റെ വിനുവേട്ടൻ എപ്പോഴും ഫസ്റ്റ് അടിച്ച് നിക്കണം. അതെന്തായാലും നന്നായി. ഇന്നാ സവാള. എന്നാ ഞാൻ പോട്ടെ. സുധക്കുട്ടി പോവേണ? ആ അതെ.
ഈ മനുഷ്യന്റെ കോഴിത്തരി ഇത്തിരി കൂടുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് 10-20 വർഷം കഴിഞ്ഞ് എന്നിട്ട് ഇതുവരെ കുട്ടി ചേർത്ത് എന്നെ വിളിച്ചിട്ടില്ല. അല്ല സുധക്കുട്ടി, ഞാനേ ജോലിയുടെ കാര്യം ശരിക്കും പറഞ്ഞാണ് കേട്ടാ. വിനുവിനോടൊന്ന് സംസാരിക്ക് കേട്ടാ. അതിന്റെ ആവശ്യം നോക്കില്ല. ഇനിയിപ്പോ വല്ല പൈസയൊക്കെ കിട്ടി വിനുവിനേക്കാളും വലുതായി പോയാലാ അല്ലേ സുധേ? എന്നാ പിന്നെ ഒരു മിനിറ്റ് കേട്ടാ. ഹലോ. ഹലോ, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞേ നിങ്ങളുടെ വീട്ടിലേക്ക് അങ്ങോട്ട് വരും. കാര്യം വീട്ടിലുള്ളവരെ എല്ലാരോടും പറയണം. അതുകൊണ്ട് തന്നെ എല്ലാരോടും പുറത്തു പോവാതെ അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞേക്കണം കേട്ടാ. ശരി എന്നാ. ആരായിരുന്നു അത്? എന്താ പറഞ്ഞത്? ആരും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്, വീട്ടിലുള്ള എല്ലാരോടും ഓരോ കാര്യം പറയാനുണ്ടെന്ന്. ആരോടും പുറത്തൊന്നും പോകരുത്, ഇവിടെ തന്നെ നിക്കണം എന്നും പറയാൻ പറഞ്ഞു. ആര്? ആരാണെന്നൊന്നും അറിഞ്ഞൂടെ. ഇത്രയും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത്. എന്റെ തമ്പുരാനെ, നിങ്ങൾ ഇവിടെ ഉള്ള കോഴിത്തരം മതി വരാണ്ട് പുറത്തു പോയി കോഴിത്തരം ചെയ്യാൻ തുടങ്ങിയ ദൈവമേ, വല്ലൊരു തല്ലാമന്നായിരിക്കും. എന്റെ മനസ്സിലും ചേച്ചി പറഞ്ഞ പോലെ അത് തന്നെയാ തോന്നിയ ചേച്ചി. എടി, നീ എന്താണ് ഈ പറയണത്? ഞാൻ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പുറത്തോട്ടൊന്നും പോയിട്ടില്ലല്ലോ. അതിന് ഇനി പുറത്തോട്ടൊന്നും പോകണ്ടല്ല. നിങ്ങളുടെ കയ്യിലൊരു ഫോണില്ലേ? എപ്പോഴും അതിനകത്ത് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കണാണ്. രാവും പകലുന്നില്ല, ഏത് നേരവും ഫോണിലാണ്. ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലടി. ചേച്ചി പറഞ്ഞ നേരാണ് കേട്ടോ. ചേട്ടന് ഇടക്കിടക്ക് ഓൺലൈനില് ഫേസ്ബുക്കിൽ ഉണ്ടാവാറുണ്ട്. ഞാൻ ഇടക്കിടക്ക് കയറി നോക്കും. അപ്പൊ ചേട്ടനെ പച്ച കെത്തി കിടക്കണ കാണാം. കള്ളൻ. എന്നെ ഒരു ഒഴിക്കല്ലേ എന്റെ സൂക്കുട്ടി. എനിക്ക് നിങ്ങളെ ഒട്ടും വിശ്വാസമില്ല. നീ എന്നെ വിശ്വസിക്കണം. നീയാണ് നമ്മുടെ മോളാണ് സത്യം. നിങ്ങൾ വലിയ സത്യത്തിന്റെ ആളാന്ന് എനിക്കറിയാം. പണ്ട് മൂകാംബി അമ്പലത്തിലോട്ട് പോണെന്നും പറഞ്ഞ് 2-3 ദിവസം നോയമ്പൊക്കെ എടുത്ത് ഞാൻ വിചാരിച്ച് സത്യമായിരിക്കും വിചാരിച്ച് ഞാൻ ഇവിടെ നിന്ന് നേർച്ചക്ക് പൈസയൊക്കെ കൊടുത്ത് വിട്ട്. പുള്ളിയാണെങ്കിലാ ആ പൈസക്ക് ഗോവക്ക് ട്രിപ്പ് പോയി. അത് പിന്നെ ചോരത്തിളപ്പുള്ള പ്രായത്തിൽ ചെയ്തു പോയല്ലേ. അതിനുശേഷം പിന്നെ ഞാൻ നിന്നോട് നുണയെ പറഞ്ഞിട്ടില്ല. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കിട്ടിയ ചിട്ടി പൈസ ഞാൻ ഇങ്ങോട്ട് വന്ന് കയറുമ്പോ അനിയനൊരു അത്യാവശ്യം നിനക്ക് 2 ആഴ്ച കഴിയുമ്പോൾ മറിച്ച് തരാമെന്നും പറഞ്ഞ് എന്റെ മേടിച്ചോണ്ട് പോയിട്ട് 2 അപ്പുറത്തെ സ്റ്റോപ്പ് അപ്പുറമുള്ള നിങ്ങളുടെ ഒരു കൂട്ടുകാരിക്ക് കൊണ്ടുപോയി പൈസ കൊടുത്ത. അവളുടെ മോളുടെ കൊച്ചിന്റെ 58-56 അതിനെന്തോ വേണ്ടി പൈസ കൊടുക്കാൻ വേണ്ടിട്ട് നിങ്ങൾ കൊടുത്താ. അത് ചോരത്തലപ്പുള്ള പ്രായത്തിലൊന്നല്ല, 2 മാസം മുന്നാണ്. ചേട്ടന് എപ്പോഴും അപ്പൊ ചോരത്തലപ്പ് ഉണ്ടാവുമല്ലേ ചേച്ചി? വല്ലരും വന്ന് ഇവിടെ വന്ന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയ ഞാൻ എന്റെ മോളെ കൂട്ടി എന്റെ വീട്ടിലോട്ട് പോകും. ഇപ്പൊ കയറിച്ചെന്നാലും എന്റെ ആളെ 2 കൈ നീട്ടി എന്നെ സ്വീകരിക്കും. എനിക്ക് ടെൻഷൻ നെഞ്ചിടിക്കും. ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്ത ആരുടെ നെഞ്ചുങ്ങനെ പടപടാതിരിക്കും. നെഞ്ചിടിച്ചിടിച്ച് പൊട്ടട്ട്. നമ്മുടെ VIP കോളനിയിലെ ആദ്യമായിട്ടായിരിക്കും കുറച്ച് ആൾക്കാർ വന്ന് ഇങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ ചേച്ചി? എനിക്ക് വയ്യ ഇതേപോലെ നാടൻ കെട്ടി ജീവിക്കാൻ. ഞാൻ വല്ല കടും കൈ ചെയ്യും. എന്നാലും എന്റെ ചേട്ടാ, ഇത്രയും നല്ല സുന്ദരി ഭാര്യ ഉണ്ടായിട്ട് ചേട്ടൻ ഈ പണി കാണിച്ചല്ല. അതെ അതെ, അത് ഈ മനുഷ്യനറിയോ? എത്ര ചെക്കന്മാര്, സുന്ദരൻ ചെക്കന്മാര് എന്റെ പുറകെ നടന്നിട്ടുണ്ടെന്നറിയോ? കണ്ണ് മാത്രം മതി എന്നും പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ വീണതായി കാലന്റെ മുന്നിൽ. എന്തോ പണി. അവരിപ്പൊ തന്നെ വരുമല്ല. അപ്പൊ എന്താണ് പണി ഒപ്പിച്ച് വെച്ചെന്ന് അറിയാല. എന്നിട്ടേ ഞാൻ പോണുള്ളൂ. ചേട്ടനെ പറ്റി ഞാൻ ഇങ്ങനെ ഒന്നല്ല വിചാരിച്ചിരുന്നത്. ഇതായിരിക്കുമല്ലേ ചേച്ചി മിണ്ടാപ്പൂച്ച കള്ള ഒടക്കൂന്ന് പറയണത് അല്ലേ ചേച്ചി? അയ്യോ, എന്റെ ജീവിതം പോയേ. എന്താ അമ്മേ, എന്താ പറ്റിയത്? കേട്ടില്ലേ മോളെ, ചേച്ചിയുടെ ജീവിതം പോയിന്ന്. മോളെ എന്താ പറ്റിയത്? എന്താണ് കാര്യം?
അത് ഞാൻ ഈ പെൺകൊച്ചിന്റെ മോന്തൊക്കെ നോക്കി എങ്ങനെ പറയൂ എന്റെ സുധേ. മോളെ, അമ്മക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും, ഞാൻ പറയാ. അതായത് മോളുടെ അച്ഛനെ ഏതോ പെണ്ണിന് മെസ്സേജ് അയച്ചിട്ട് അതിന്റെ ആൾക്കാർ ഇങ്ങോട്ട് തല്ലാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അച്ഛനിപ്പൊ വിളിച്ച് വെച്ചേ ഉള്ളു. അച്ഛാ, എന്റെ പൊന്നു മോളെ, എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. എനിക്ക് ആകെ ഫേസ്ബുക്ക് മാത്രമേ ഉള്ളൂ. അതില് നിന്നെ പോലത്തെ ചെറിയ ചെറിയ പെൺപിള്ളേരുടെ ഫോട്ടോയില് മോളെ ഇങ്ങനെയൊക്കെ തുണി ഉടുക്കാവോ, ചക്കര കുട്ടിയല്ലേ, മര്യാദക്ക് ഡ്രസ് ചെയ്യ, അങ്ങനെയൊക്കെ ഞാൻ പറയാറുണ്ട്. എന്റെ മോളെ പോലെ കണ്ടിട്ടാണ് ഞാൻ അങ്ങനെ കമന്റ് ഇടുന്നത്. നിങ്ങൾ എന്തിനാണ് മനുഷ്യ കണ്ട പെൺപിള്ളേരെ മുഴുവൻ നിങ്ങളുടെ മോളായിട്ട് കാണുന്നത്? എടിയമ്മേ, ഒരു അച്ഛന്റെ രോദനം. ഇത് നല്ല രോദനം തന്നെ. ഞാൻ കാണാറുണ്ട് ചില കമന്റുകള്. അച്ഛാ, ആരെങ്കിലും വിളിച്ചു പറഞ്ഞാണോ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്? ആ മോളെ, ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞാണ്. എന്നിട്ട് ആരാണെന്ന് പറഞ്ഞില്ലേ? ആരാണെന്നൊന്നും പറഞ്ഞില്ല മോളെ. ഇങ്ങോട്ട് വരുന്നുണ്ട്, എല്ലാരും ഇവിടെ ഉണ്ടാവണം, എല്ലാവരോടും ഒരു കാര്യം പറയാണ്ടെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. എന്നാ പിന്നെ ആരാണെന്ന് അച്ഛൻ അങ്ങോട്ട് ചോദിക്കായിരുന്നില്ലേ? ചോദിക്കുന്നതിന് മുന്നേ ഒരു ഫോൺ കട്ട് ചെയ്തത്. ഞാൻ ചത്തുകളയും മോളെ. ഇതുപോലെ ഒരു മനുഷ്യന്റെ ഭാര്യയായിട്ട് ജീവിക്കണേക്കാൾ ചത്തുകളയാണ് മോളെ. മോളുടെ കല്യാണത്തിന് കുറച്ച് സ്വർണ്ണ അമ്മ ബാങ്ക് ലോക്കറിൽ വെച്ചെന്ന് അതൊക്കെ എടുത്തിട്ട് കല്യാണം കഴിക്കും. ഈ കാലനെ കൊല്ലിക്കും. എന്റെ പൊന്നമ്മ ഒന്ന് കരയാതിരിക്കേ. എന്റെ ഒരു അഭിപ്രായത്തില് ചേട്ടനും ചേച്ചിയും മോളും കൂടി എവിടേക്കെങ്കിലും കുറച്ചു ദിവസം മാറി നിൽക്കുന്നതാണ് നല്ലത്. അതൊന്നും വേണ്ട ചേച്ചി. അച്ഛനാ ഫോൺ തന്നെ, ഞാൻ തിരിച്ചു വിളിക്കാം. ഹലോ, ഇതാരുടെ നമ്പറാണ്? കുറച്ചു മുന്നേ ഞാത്തോട്ട് വിളിച്ചിരുന്നല്ല. ആ ആ ഓക്കെ, ശരി, താങ്ക് യു. എന്തിനാണ് മോളെ അയാളോട് താങ്ക് യു ഒക്കെ പറഞ്ഞത്? അയാൾ മോളെ വല്ല തെറിയെല്ലാം വിളിച്ചോ? എന്റെ പൊന്നേച്ചി, ഒരു കുഴപ്പമില്ല, അയാൾക്ക് നമ്പർ മാറിപ്പോയതാണെന്ന്. അയ്യേ, ഞാൻ കുറെ ആശിച്ചു. അയാളെ ധൃതിയില് ടൈപ്പ് ചെയ്തപ്പോഴേ ലാസ്റ്റത്തെ നമ്പർ ഒന്ന് ചേഞ്ച് ആയി പോയതാന്ന്. ഓ എന്റെ തമ്പുരാനെ, ഇത്തിരി നേരം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ എന്റെ അടക്ക് നാളെ നടത്തണ്ടോന്നേനെ. അത്രക്ക് ടെൻഷൻ അടിച്ച്. അല്ലെങ്കിൽ എനിക്കറിയായിരുന്നു ചേട്ടൻ അങ്ങനെ ഒന്നും ചെയ്യണ ഒരാളല്ലെന്ന്. എന്നിട്ട് എന്തൊക്കെയാണ് നീയും ഇവളും കൂടി ഇവിടെ ഒന്ന് പറഞ്ഞത്? ആ വിളിച്ചോ? അമ്മ വന്നെന്നോ തന്നെ വിളിക്കുന്നുണ്ട്. പോട്ടേട്ടാ, ഞാൻ പിന്നെ വരാൻ ചേച്ചി. പൊക്കോടി പൊക്കോ, എന്നെങ്കിലും എന്റെ കയ്യില് നിന്നെ കിട്ടോടി. ആ കിട്ടിയിട്ട് എന്തിനീ? എന്റെ പൊന്നു രമേ, ഇങ്ങനെ ആവശ്യമുള്ളവരും ഇല്ലാത്തവരൊക്കെ ഇങ്ങനെ സംശയിക്കല്ലടി. ഓ, ഒന്നും മിണ്ടാതിരിക്കും രണ്ടുപേരും, എനിക്ക് എക്സാം ആണ്. എന്നാ പിന്നെ ചേട്ടനൊരു ചൂട് ചായ എടുക്കട്ടെ? ചായ വേണ്ട, ഇത്തിരി തണുത്തോളം കലക്കിത്താ. എന്റെ നെഞ്ചാകെ കത്തിപ്പോയിട്ടുണ്ട് ആദ്യം പിടിച്ചിട്ട്. ഒന്ന് പോർന്ന്, തമാശക്കാരൻ വന്നേക്കണ ചൂട് ചായ തന്നെ എടുക്ക. എന്റെ തമ്പുരാനെ, ഞാൻ വിചാരിച്ചു ഞാൻ മെസ്സേജ് അയച്ച പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാരെല്ലാരും കൂടി ഇങ്ങോട്ട് തല്ലാൻ വരെയാണെന്ന്. എന്റെ തമ്പുരാനെ, നീ എന്നെ കാത്ത്. ഇനി പരിപാടിക്ക് ഞാനില്ല, ഫേസ്ബുക്ക് ഇപ്പൊ തന്നെ അങ്ങോട്ട് കളഞ്ഞേക്കാം. മാധവി മെസ്സേജ് അയക്കണത്. അയ്യോ, ഹലോ മാധവി, എന്നെ മനസ്സിലായോ?
എന്താ ചേട്ടാ മനസ്സിലായോ എന്നൊക്കെ ഒരു ചോദ്യം. അങ്ങനെയൊക്കെ എനിക്ക് മറക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും ഞാൻ മറന്നിട്ടില്ല. പിന്നെയാണോ ഇനി മറക്കാൻ? ഫോട്ടോ കണ്ടപ്പോൾ, ഫ്രണ്ട് റിക്വസ്റ്റ് കണ്ടപ്പോൾ ഒന്നും എനിക്ക് ആളെ മനസ്സിലായില്ല. പിന്നെ ഞാൻ എടുത്തു നോക്കിയപ്പോൾ ആ പഴയ സംസാരം അത് കണ്ടപ്പോഴാണ് ഞാൻ പ്രൊഫൈൽ ഒന്നും കൂടി എടുത്തു നോക്കിയത്. അപ്പോൾ എനിക്ക് ആളെ മനസ്സിലായി. ഞാനിപ്പോൾ ഗുജറാത്തിലാണ്. നാട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ? എൻ്റെ ഫോൺ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പം അതിനകത്തോട്ട് ഇനി വാട്സാപ്പ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ബൈ. അതേടാ, ഞാൻ നിന്നെ കാണാൻ വരുന്നുണ്ട്. ശരിയാക്കി ഞാൻ തരാട്ടാ.